ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ തുണിയഴിച്ചാടുന്ന അക്കന്മാർക്കെതിരെ, വ്യാജ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയൊക്കെ ഒരു വ്യക്തി, അതായത് നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 2 hours ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, എന്തായാലും അപ്പോൾ തന്നെ നീക്കം ചെയ്യണം എന്നൊരു സുപ്രധാന വിധിയുമായി നമ്മുടെ കേന്ദ്ര സർക്കാർ IT ആക്ടിന്റെ ചട്ടഭേദഗതി വരുത്തിയിരിക്കുകയാണ്. അതായത് ഇനി മുതൽ നിങ്ങളുടെ വാളിലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ തുണി അഴിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ്, എന്റെ ലൈവിലേക്ക് വരൂ, അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ അശ്ലീലം പ്രചരിപ്പിക്കുന്നു, ഇത്തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. രേഖാമൂലം പ്ലാറ്റ്ഫോം മേധാവിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതി കൊടുത്ത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടിരിക്കണം. അങ്ങനെ പരിഹാരം കണ്ടില്ലെങ്കിൽ അതിന്റെ തന്നെ ഗ്രീവിയൻസ് അപ്പലറ്റ് കമ്മിറ്റിക്ക് നിങ്ങൾക്ക് ഒരു പരാതി അയക്കാം. അതിനൊരു വെബ്സൈറ്റ് തന്നെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. GSC.gov.in എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഈ പരാതി കൊടുക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ മേധാവിക്ക് പരാതി കൊടുത്തിട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ അപ്പൊ അതിന് അവർ ഉത്തരവാദിത്വം പറയേണ്ടി വരും. മാത്രമല്ല ആ സോഷ്യൽ മീഡിയ മേധാവി അടക്കം കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള ഒരു സുപ്രധാന വിധി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങളുടെ കോണ്ടന്റ് മറ്റാരെങ്കിലും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് എടുത്ത് കുറെ സമയം എടുക്കണം, പക്ഷേ ഇപ്പോൾ 7 ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെ നിങ്ങളുടെ പകർപ്പവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ അത് തീരുമാനമുണ്ടാക്കണം എന്നുള്ള സുപ്രധാന വിധി കൂടി വന്നിരിക്കുന്നു. ഇത് കൂടാതെ തന്നെ കുട്ടികളുടെ അടക്കമുള്ള എന്തെങ്കിലും വ്യാജ വിവരങ്ങൾ, കുട്ടികളുടെ മോശമായിട്ടുള്ള ഉള്ളടക്കം അടങ്ങിയിരിക്കുന്നത്, അശ്ലീലം, ആൾമാറാട്ടം, ഈ വിഷയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ 36 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു കോണ്ടന്റ് നീക്കം ചെയ്തിരിക്കണം. ലൈംഗികത, നഗ്നത തുടങ്ങിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 2 hours അത് സോഷ്യൽ മീഡിയ നീക്കം ചെയ്തിരിക്കണമെന്ന സുപ്രധാനമായ ഒരു വിധിയാണ്. ഇനി ഞാനിപ്പോൾ ആലോചിക്കുന്നത്, നമ്മുടെ ഈ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന തുണിയഴിച്ചാടുന്ന അക്കന്മാരിനി എന്ത് ചെയ്യുമെന്നാണ്. പണി പാളിയിട്ടുണ്ട് മക്കളെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. സന്തോഷം തോന്നി ആ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്കിനും. കാരണം എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടല്ലോ. നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, അതിപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ, അതായത് കുറേ അവളുമാർ അപരാധങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റിയച്ചിന് വേണ്ടിയിട്ടും അതുപോലെ ഫേമസ് ആകാൻ വേണ്ടിയിട്ടുമൊക്കെ തുണി അഴിച്ച് കാണിക്കുക. അതിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊരു സംഭവമുണ്ട്, മെമ്പർഷിപ്പ് ലൈവ്. അതിൽ കുറേ അവളുമാരുണ്ട്. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നിഷാന, നിമിഷ ബിജോ, നിഷാശ്രീ, പിന്നെ ഒരു ബിജി. അങ്ങനെയുള്ള കുറേ അവളുമാർ ഈ ഒരു രീതിയിൽ വരുമാനം ഉണ്ടാക്കിയാണ് ജീവിക്കുന്നത്. അതായത് മെമ്പർഷിപ്പ് ലൈവിലൂടെ രാത്രി ഏകദേശം ഒരു 1 മണി തൊട്ട് ഇവർക്ക് യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകതര ഒരു ഓഫറാണ് അത്, ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്നത്. അത് തുണിയഴിച്ച് കാണിക്കാനുള്ള പരിപാടിയല്ല അത്. അപ്പോൾ അതിൽ കുറേ അവളുമാർ ചെയ്യുന്ന പരിപാടിയാണ്. ഈ മെമ്പർഷിപ്പ് ലൈവിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. എന്നിട്ട് 2000-3000 രൂപയൊക്കെ കൊടുത്ത് ആണുങ്ങൾ ഈ മെമ്പർഷിപ്പ് ലൈവ് എടുത്തിട്ട് ഇവളുമാരൊക്കെ തുണി അഴിച്ച് കാണിക്കുന്നത് കാണാൻ പോകുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും നാൾ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ വേറെ വഴിയൊന്നുമില്ല, റിപ്പോർട്ട് അടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. എന്തായാലും വളരെ നല്ലൊരു മാറ്റമാണ്. അതായത് നമുക്കറിയാം, നമ്മൾ രാത്രി സമയത്തൊക്കെ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കുറേ അവളുമാർ വന്നിരുന്നിട്ട് മെമ്പർഷിപ്പ് ലൈവിലേക്ക് സ്വാഗതം ചെയ്യാറുണ്ട്. ഈ നിഷാന, നിഷാശ്രീ, അങ്ങനെ കുറേ അവളുമാരുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് നിഷാന. അപ്പോൾ അങ്ങനെയുള്ളവളുമാരുടെ വീഡിയോ ഇനി കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പരാതിയായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അത് ആ വീഡിയോയിൽ അത് എങ്ങനെ ആ ഒരു പരാതി കൊടുക്കണം എന്നൊക്കെ ഉള്ളതിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ നടപടി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവളുമാരെ പോലുള്ളവർക്കൊക്കെ ഒരു തിരിച്ചടിയാണ് ഇപ്പം ഈ വന്നിരിക്കുന്ന ഈ പുതിയ നിയമം. എന്തായാലും അത് വേണ്ടത് തന്നെയാണ്. കാരണം നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമുക്കും ഒരു ചെറിയ രീതിയിൽ ഒരു വരുമാനം കിട്ടുന്നത്. പക്ഷെ അത് അത്യാവശ്യം അന്തസ്സായിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില അവളുമാര് ഇമാതിരി അപരാധങ്ങൾ കാണിച്ചുകൊണ്ട് സ്വന്തം ശരീരം നഗ്നത പ്രദർശനം നടത്തിക്കൊണ്ടാണ്
പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പലർക്കും, അതായത് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ മൊബൈൽ എടുത്ത് നോക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ നോക്കുന്ന സമയത്ത് ഇമാതിരി അപരാധങ്ങൾ കുറേ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇനി ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്കും ഇതുപോലെ പരാതികളുണ്ടെങ്കിൽ, അതായത് ഇവളുമാരെ പോലുള്ള, അത് ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇതുപോലുള്ള അപരാധങ്ങൾ കാണിക്കുന്നവൾമാർക്കെതിരെ ആരാണെങ്കിലും, ഇപ്പം കുറേ ട്രാൻസ് വുമൻസ് ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ഇതുപോലെ വൃത്തികേടുകൾ കാണിക്കാൻ വേണ്ടി, അതായത് റീച്ചിന് വേണ്ടിയിട്ട് ഒന്ന് ഫേമസ് ആകണം, അതിനു വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരേ ഒരു സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ കാണിക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങ് നഗ്നതാ പ്രദർശനം അങ്ങ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം യൂട്യൂബിലാണ് ഇത് കൂടുതലും. ഒരു മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ നിഷാന എന്ന് പറയുന്ന സ്ത്രീയൊക്കെ രാത്രി വന്നിരുന്ന് ലൈവ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തൂലി ഉരിഞ്ഞു പോകും. അതായത് വൾഗറായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. എന്നിട്ട് ഒരു ലൈവിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കൂ, രാത്രി നിങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫോൺ നമ്പറുണ്ട്, അതിൽ വിളിച്ച് പ്രത്യേകം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ കൂടെ സംസാരിച്ച് സുഖിപ്പിച്ച് കൊടുക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന കുറേ അപരാധി മക്കളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം ആൾക്കാരുടെ പേര് പറഞ്ഞല്ലോ, അവളുമാർ മാത്രമല്ല, കുറേ അവളുമാർ ഇമ്മാതിരി ഉടായ്പ തരവും വൃത്തികേടും കാണിച്ച് കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ആ അക്കമാർക്കൊക്കെ ഒരു പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പരാതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും അത് ഒരു പരാതിയായിട്ട് തന്നെ നമുക്ക് സ്വയമേ ചെയ്യാവുന്ന, നമ്മൾ അതിനെവിടെ പോയി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, നമുക്കത് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. എനിക്കറിയാം, എനിക്ക് വേറൊരു ചാനൽ കൂടെ ഉണ്ട്, SRKT വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട്. അതിനകത്ത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ പറയുന്ന യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന നിഷാന എന്ന് പറയുന്ന സ്ത്രീയായിട്ട് ഒരു ചെറിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലെ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നവർക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തു. അതിൽ മെയിനായിട്ട് ഈ നിഷാനയ്ക്കെതിരെയാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ അവരുടെ ഒരു ഫോട്ടോ വെച്ചു എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് എൻ്റെ ചാനലിൽ സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എൻ്റെ സ്ട്രൈക്ക് മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നെ ഒരുപാട് അങ്ങ് നാണം കെടുത്തി. പിന്നെ എനിക്കതൊരു തരം വാശിയായി. പിന്നെ ഞാൻ അവർക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്തു. അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറച്ചധികം ആൾക്കാർ എന്നെ അറിഞ്ഞത് തന്നെ ഈ നിഷാനയുടെ ഒരു കേസിലാണ്. കുറച്ചെങ്കിലും ആൾക്കാർ എന്നെ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് അവരെനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു. അവർക്കെതിരായിട്ട് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പരാതിയായിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വക്കീൽ നോട്ടീസ് അയച്ചു. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഏത് രീതിയിൽ അതിനെതിരെ പ്രതികരിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അവർക്കെതിരെ ചെയ്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു, ഇവർക്കെതിരെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം നിയമം പോലും ഇവർക്കൊക്കെ സപ്പോർട്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ നിഷാന എന്ന് പറയുന്ന സ്ത്രീക്ക് ഭയങ്കര പിടിപാടൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ ആ ഒരു കേസ് വിട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം, അതായത് ഇങ്ങനെ ഒരു സംഭവം ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഏറ്റവും കൂടുതൽ 8ന്റെ പണി കിട്ടാൻ പോകുന്നത് ഇവളുമാരെ പോലെയുള്ള, അതായത് നിഷാനയെ പോലെയുള്ള ഇവളുമാർക്കൊക്കെയാണ് പണി കിട്ടാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇത് കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഇതുപോലുള്ള അവളുമാർ ഇനി ഇമാതിരി വൃത്തികേടുകൾ വന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പരാതിപ്പെടാവുന്നതാണ്. തീർച്ചയായും പരാതിപ്പെടണം. കാരണം ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്നത് നിർത്തലാക്കുക തന്നെ വേണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ യൂട്യൂബിൻ്റെ ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്ന സംഭവം തന്നെ അങ്ങോട്ട് എടുത്ത് കളയണം. കാരണം അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ അവളുമാരുണ്ട്. കാരണം രാത്രി ആകുമ്പോഴത്തേക്ക് എന്തുവാ ഇമാതിരി വൃത്തികേട് സ്വന്തം ശരീരം അങ്ങ് പ്രദർശിപ്പിച്ചാൽ മതിയല്ലോ. അവളുമാർക്ക് എന്തുവാ ആവശ്യത്തിന് പണം കിട്ടുന്നു, എന്നിട്ട് പറയണ ന്യായീകരണം എന്തുവാ, കുടുംബം നോക്കാൻ വേണ്ടി, മക്കളെ നോക്കാൻ വേണ്ടി എന്നൊക്കെയാണ് പല അവളുമാരും ന്യായീകരണങ്ങൾ പറയുന്നത്. ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ രീതിയിൽ വീഡിയോസ് ചെയ്യുക അല്ലേ, ഫാമിലി വ്ളോഗുകൾ, നമ്മുടെ എന്താ പറയുക കുക്കിംഗ് വീഡിയോസ്, അല്ലെങ്കിൽ കോമഡി സ്കിറ്റുകൾ, ഷോർട്ട് മൂവീസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാം. പക്ഷേ അതൊന്നും ആർക്കും പറ്റത്തില്ല. എല്ലാവർക്കും ഇമാതിരി വൃത്തികേട് കാണിച്ച് കാശുണ്ടാക്കണം. കാരണം ഈ നഗ്നതാ പ്രദർശനത്തിലൂടെ നല്ല വരുമാനം കിട്ടുമല്ലോ. അതും പ്രത്യേകിച്ച് ഈ മെമ്പർഷിപ്പ് ലൈവ് എന്നൊക്കെ പറയുമ്പോൾ ഇവളുടെയൊക്കെ ഒരു മാസത്തെ മെമ്പർഷിപ്പ് ലൈവിന് 2000, 5000, 3000 ഒക്കെയാണ് ഒരു മാസത്തേക്ക് ചാർജ് ചെയ്തിട്ട്
ആൾക്കാർ ഇത് കാണുന്നത്. അപ്പോൾ ഇവളുമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ, ഇതിലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ചെറുപ്പക്കാർ ഇതിലൊക്കെ പെട്ടുപോയിട്ടുണ്ട്. ഈ വേലയെടുക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പൈസയൊക്കെ ഇതുപോലുള്ള മെമ്പർഷിപ്പിലൊക്കെ ചാർജ് ചെയ്ത് രാത്രി മുഴുവൻ ഇവളുമാരുടെയൊക്കെ ഈ അപരാധങ്ങൾ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരുപക്ഷെ കൊച്ചു കുട്ടികളുണ്ടാവാം, ചെറുപ്പക്കാരുണ്ടാവാം, ഭർത്താക്കന്മാരുണ്ടാവാം. കാരണം ഇവളുമാർക്ക് പൈസ മതി, അതിന് വേണ്ടിയിട്ട് എന്തും എവിടെയും കാണിക്കാൻ ഒരു നാണവും ഇല്ല. പ്രത്യേകിച്ച് രാത്രി ലൈവിലൊക്കെ വന്നിരുന്നിട്ട് കഷം പൊക്കി കാണിക്കുക, അമ്മാതിരി വൃത്തികേടാ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു നിയമം വന്നതിനോട് വളരെയധികം സന്തോഷം തോന്നുകയാണ്. നമുക്കിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അതിൽ വൃത്തികെട്ട രീതിയിൽ ഏതെങ്കിലും സ്ത്രീകൾ വന്നിട്ട് ഇമാതിരി വൃത്തികേട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ സഹിതം എടുത്ത് നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ഒരു 2 മണിക്കൂർ 2-3 മണിക്കൂറിനുള്ളിൽ അതിനുള്ള നടപടി എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും വളരെ നല്ല ഒരു നിയമം തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ വൃത്തികേട് കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന അവളുമാർക്ക് ഒരു പണി കിട്ടേണ്ടത് അത്യാവശ്യമല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. എന്തായാലും എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.